Hello everyone. Introduction to Trigonometry exercise 8.3 third question. Choose the correct option and justify your choice. First question നോക്കാം. First one 9 ck minus 9 tan square a. 9 sec square a minus 9 tan square a. ഇവിടെ രണ്ട് ടേംസിലും എന്ത് കാണാം? 9 കാണാം. ഓക്കെ, അപ്പം 9 ഞാൻ പുറത്തെടുക്കാൻ പോവാം. എന്ത് കിട്ടി? sec square a minus tan square a. ഇതെന്താണ്? ഐഡന്റിറ്റി ആണ് അല്ലേ? 1 plus tan square a is equal to ഐഡന്റിറ്റി ഉണ്ട്. 1 plus tan square a is equal to sec square a എന്ന് പറഞ്ഞിട്ട് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇവിടെ tan square a അല്ല, sec square a minus ഈ ഐഡന്റിറ്റിന്ന് sec square a minus tan square a is equal to 1 എന്ന് കിട്ടും. അപ്പം ഇവിടെ sec square a minus tan square a equal to 1 substitute. അപ്പം 9 into 1 9 കിട്ടും. Option B is the answer. Okay. First question I. Second question. Second question എന്നത് 1 plus tan theta plus sec theta in bracket പിന്നെ 1 plus cot theta minus cosec theta another bracket. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടാനും സീക്ക് കോട്ട് കൊസീക്ക് ഒക്കെ ഉണ്ട്. അതിനൊക്കെ പകരം നമുക്ക് സൈനും കോസിന്റെ ടേമിലാക്കാം. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. മിക്കവാറും ക്വസ്റ്റ്യനിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ടാൻ തീറ്റക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സീക്കിന് പകരം 1 ബൈ കോസ് തീറ്റ. അത് ഫസ്റ്റ് ബ്രാക്കറ്റ്. സെക്കൻഡ് ബ്രാക്കറ്റ് എന്താണുള്ളത്? 1 പ്ലസ് കോട്ട് ഉണ്ട്. അപ്പോൾ കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ്റെ റെസിപ്രോക്കൽ അല്ലേ? ടാൻ സൈൻ ബൈ കോസ് ആണെങ്കിൽ കോട്ട് എന്തായിരിക്കും? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് പ്ലസ് അല്ല മൈനസ് കൊസീക്ക് തീറ്റ ഉണ്ട്. കൊസീക്ക് ഇസ് 1 ബൈ സൈൻ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ രണ്ട് ബ്രാക്കറ്റിലും സെപ്പറേറ്റ്ലി ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ കോസ് തീറ്റ ഇപ്പോൾ കോസ് തീറ്റ ആണ് ഡിനോമിനേറ്ററിൽ ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ 1 ഇത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇത് 1 പ്ലസ് 1 ഫസ്റ്റ് ബ്രാക്കറ്റ്. സെക്കൻഡ് ബ്രാക്കറ്റ് ഡിനോമിനേറ്റർ ഇസ് ഗോയിങ് ടു ബി സൈൻ തീറ്റ. ഇത് 1 ആൻഡ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1. ഓക്കെ, ഇനി എന്താ ചെയ്യാം? ഇനി ഇത് രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഫസ്റ്റ് ബ്രാക്കറ്റിൽ. സെക്കൻഡ് ബ്രാക്കറ്റ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1. ന്യൂമറേറ്റർ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനിൽ വരുന്നത്. അപ്പോൾ രണ്ട് ടേംസും നമ്മൾ രണ്ട് ബ്രാക്കറ്റിലുള്ളതും എക്സ്പ്രഷനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി മൾട്ടിപ്ലൈ. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡിനോമിനേറ്ററിൽ. ഇനി മുകളിലുള്ള കോസ് തീറ്റ ന്യൂമറേറ്റർ നോക്കിയാൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, പിന്നെ 1 1. ഇത് ഏത് ഫോമിലുള്ളത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലുള്ളത്. എ ഇസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ, ബി 1. അത് ഏത് ഐഡന്റിറ്റിയാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണ്. അപ്പം ആ ടേംസിൽ നമ്മൾ എഴുതാൻ പോയത് എന്ത് കിട്ടും? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ ആണ് അത്. ബി എന്ന് പറയുന്നത് 1. അപ്പം ബി സ്ക്വയറിന് പകരം 1 സ്ക്വയർ ജസ്റ്റ് 1. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ.
ഡിനോമിനേറ്റർ ഒന്നും ചെയ്യാനില്ല. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അത് അങ്ങനെ. ഇനിയിപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. എപ്പോഴും അങ്ങനെ വന്നാൽ നമ്മൾ ഐഡന്റിറ്റി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ യൂസ് ചെയ്യണം. അപ്പം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab ടേം ഉണ്ടല്ലോ, അപ്പം 2 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ പിന്നെ ഒരു -1 കൂടെ ഉണ്ട് ഡിവൈഡഡ് ബൈ cos theta into sin theta in the denominator. ഇനി എന്ത് ചെയ്യും? ഇനി ഇവിടെയുള്ള sin theta in sin square theta plus cos square theta അതെന്താണ്? നമ്മൾ ഐഡന്റിറ്റിയിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയിൽ പഠിച്ച 1 ആണ്. ഈക്വൽ ടു 1 ആയി. എന്ത് കിട്ടി? cos square theta plus sin square theta 1 ആയി പ്ലസ് 2 sin theta cos theta minus 1 by cos theta into sin theta. ഇവിടെ ഒരു 1 minus 1 0 ആയി. പിന്നെ 2 sin theta cos theta sin theta cos theta. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് എന്തുള്ളത്? ബാക്കി ഒരു 1 മാത്രമേ ഉള്ളൂ. ഈ 1 minus 1 0 ആയി. പിന്നെ we are left with 2 sin theta cos theta in the numerator, denominator cos theta sin theta ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പം 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓപ്ഷൻ സി ആണ്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. 2 more to go. Next question is CK plus tan A first bracket 1 minus sin A ഉണ്ട്. ഓക്കെ, CK plus tan A. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ടാൻ സീക്കിനൊക്കെ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, സീക്കിന് 1 by cos A ആയിട്ട് എഴുതാം പ്ലസ് ടാൻ എ ഉണ്ട്, ടാനിന് സൈൻ എ ബൈ കോസ് എ ആയിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ബ്രാക്കറ്റിൽ കൊണ്ടുപോയി. ഇനി 1 മൈനസ് സൈൻ എന് 1 മൈനസ് സൈൻ എ എന്ന് എഴുതാം. മാറ്റണ്ട. ഓക്കെ, അപ്പം ഇവിടെ ന്യൂമറേറ്റർ എന്തായി? ഡിനോമിനേറ്റർ നോക്കിയാൽ കോസ് എ തന്നെ ഉണ്ടാകും. കോസ് എ തന്നെ കോമൺ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഒരുമിച്ച് എഴുതാം. അപ്പോൾ 1 പ്ലസ് സൈൻ എ ആയി. പിന്നെ സെക്കൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് 1 മൈനസ് സൈൻ എയും ഉണ്ട്. Again 1 plus sin A into 1 minus sin A, A plus B into A minus B form A square minus B square ആയി. നമുക്ക് എന്താ എഴുതാം? 1 ആണ് A. sin A എന്ന് പറയുന്നത് എന്താണ്? B. A square minus B square. A square എന്ന് പറഞ്ഞാൽ 1 square. 1 minus sin square A by cos A. 1 minus sin square എന്താ? ഫസ്റ്റ് ഐഡന്റിറ്റി sin square A plus cos square A is equal to 1 ഉണ്ട്. cos square A equal to 1 minus sin square A എന്ന് പറയാലോ. അപ്പോൾ 1 minus sin square A പകരം cos square A എഴുതി. cos square A means cos square into cos square. ഒരു cos square നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ we are left with ഒരു cos square A. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി. ഓക്കെ, third question ആയി. Fourth question 1 plus tan square A by 1 plus cot square A. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിറ്റി ഓർമ്മ വരുമല്ലോ. 1 plus tan square Aയും 1 plus cot square A. 1 plus tan square A എന്താണ്? sec square A ആണ് ന്യൂമറേറ്ററിൽ. 1 plus cot square A cosec square A എല്ലാം ഐഡന്റിറ്റി മാറ്റമാണ്. സ്ട്രെയിറ്റ് കിട്ടി. പിന്നെ സീക്കിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട്
സീക്കിനെ 1/cos എന്ന് എഴുതാലോ. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 1/cos സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കൊസീക്ക് 1/sin സ്ക്വയർ എ എന്ന് എഴുതാം. കൊസീക്ക് സ്ക്വയർ ആൻഡ് സൈൻ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്താൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എ മേലെ വരും അല്ലെ. റെസിപ്രോക്കൽ എടുക്കും ഡിനോമിനേറ്ററിൽ. അപ്പോൾ സൈൻ സ്ക്വയർ എ മേലെ വന്നു ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ എന്താണ്? ടാൻ സ്ക്വയർ എ. സൈൻ ബൈ ടാൻ, സൈൻ ബൈ കോസ് ടാൻ അല്ല. അപ്പോൾ സ്ക്വയർ ഉള്ളത് ടാൻ സ്ക്വയർ എ. ഓപ്ഷനിൽ എന്താ? യെസ്, ഓപ്ഷൻ ഡി. ഓക്കെ, എല്ലാം സോൾവ് ആയി. താങ്ക് യു.